നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, പെവ്കോ LDC, സ്റ്റോർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 15ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. ഇന്ന് കേരള നവോത്ഥാനമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ് കഴിഞ്ഞാലുടൻ തന്നെ ഇതിൻ്റെ PDF നോട്ട് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം. ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത്. ദുരവസ്ഥ എന്ന കൃതി രചിച്ചതാരാണ്? കുമാരനാശാനാണ്. അപ്പോൾ നമ്മളിതിൽ SCRT കണ്ടൻറ്റുകളും കൂടി പറയുന്നുണ്ട്. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാൻ്റേതാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട നവോത്ഥാന നായകനും അവരുടെ പ്രത്യേകതകളും നോക്കാം. ഈ ഭാഗത്തു നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകും. ആദ്യം തന്നെ വൈകുണ്ഠ സ്വാമികളെ നോക്കാം. വൈകുണ്ഠ സ്വാമികൾ ജനിക്കുന്നത് കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ്. കന്യാകുമാരിയിലെ ശാസ്താംകോവിലാണ് വൈകുണ്ഠ സ്വാമികളുടെ ജനനം. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്നത്. ചോദിക്കും, സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് എന്ന് അറിഞ്ഞിരിക്കുക. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുടെ സംഘടനയാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അഭിപ്രായപ്പെട്ടതും വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ: സമപന്തി ഭോജനം ആര് സംഘടിപ്പിച്ചു? സമത്വ സമാജം എന്ന സംഘടന ആരുടേതാണ്? പിന്നെ അദ്ദേഹത്തിൻ്റെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അദ്ദേഹം എന്താണ് വിശേഷിപ്പിച്ചത്? വെണ്ണീച ഭരണം എന്നാണ് വിശേഷിപ്പിച്ചത്. നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോകാം. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ തന്നിട്ട് നവോത്ഥാന നായകനെ തിരഞ്ഞെടുക്കുക എന്ന രീതിയിൽ ചോദിക്കും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. മിശ്ര ഭോജനം നടത്തിയത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ സമപന്തി ഭോജനം ആരാണെന്ന് പഠിച്ചു? വൈകുണ്ഠ സ്വാമികൾ. മിശ്ര ഭോജനം നടത്തിയിട്ടുള്ളത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമമാണ് അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം. ഇനി എപ്പോഴും പരീക്ഷയിൽ പ്രിലിംസിലും കമ്പനി ബോർഡ് LGS മെയിൻസിലൊക്കെ ഈ ചോദ്യം കടന്നു പോകാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണത്തില്ല. ചട്ടമ്പി സ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയവ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് പറഞ്ഞത്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ എന്ത് സാധ്യമാകൂ? മനുഷ്യ പുരോഗതി. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലമാണ് പന്മന. പന്മനയാണ് സമാധി സ്ഥലം. ജനനം എവിടെയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലാണ് ജനിച്ചത്. സർവ്വവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെടുന്നതും ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് എന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ജനിക്കുന്നത്. ചെമ്പഴന്തിയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പം നമ്മൾ ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൃതികൾ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിലേതാണ് വരുന്നത് വരാത്തത് എന്ന രീതിയിൽ ചോദിക്കും. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയവ ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം തുടങ്ങിയവ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത നവോത്ഥാന നായകൻ എന്ന് പറയുന്നത്. അത് ഇനി നോക്കിക്കേ, പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില അനാചാരങ്ങളാണ് ഈ പുളികുടി, തിരണ്ട് കല്യാണം, താലികെട്ട് കല്യാണമൊക്കെ. അപ്പോൾ ഇവയ്ക്കൊക്കെ എതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവ് കൂടിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1903.
ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുമ്പോൾ എന്താണ്? SNDP. നമ്മൾ ഷോർട്ടായിട്ട് SNDP എന്ന് പറയും. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഏത് വർഷമാണ്? 1903. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രധാനപ്പെട്ട കൃതികൾ, അതുപോലെ അദ്ദേഹം SNDP സ്ഥാപിച്ച വർഷം 1903. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരുവാണ്. അടുത്തതാണ് അയ്യങ്കാളി. ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെങ്കിൽ നവോത്ഥാന നായകരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അയ്യങ്കാളി ജനിക്കുന്നത് വെങ്ങാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്, വെങ്ങാനൂരിലാണ് ജനനം. സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധു ജനപരിപാലന സംഘം ആരാണ് സ്ഥാപിച്ചത്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. വില്ലുവണ്ടി യാത്ര, കല്ലുമാല സമരം തുടങ്ങിയവയ്ക്ക് ഏത് സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയ്യങ്കാളിയാണ്. 1893 അദ്ദേഹം വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അദ്ദേഹം അധസ്ഥിതർക്ക് വേണ്ടിയിട്ട് 1904 വിദ്യാലയം ആരംഭിച്ചു. അധസ്ഥിതർക്ക് വേണ്ടി അയ്യങ്കാളി വിദ്യാലയം ആരംഭിച്ചതെന്നാണ് 1904. അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി എന്ന് പറയുന്നത്. വക്കം അബ്ദുൾ ഖാദർ മൗലവി അദ്ദേഹമാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചു. വക്കം മൗലവിയുടെ മാസികകളാണ് മുസ്ലിം, അൽ ഇസ്ലാം തുടങ്ങിയ മാസികകളൊക്കെ വക്കം മൗലവിയുടേതാണ്. അതുപോലെ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല കേട്ടോ. ഞാൻ പറയുന്ന ക്ലാസ്സുകളിലൊന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ ഒന്നും തന്നെയില്ല. ഇതെല്ലാം തന്നെ പഠിച്ചുകൊള്ളുക. 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ പരീക്ഷകളിലൊക്കെ ഒരു ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. അറിയാമല്ലോ, ആദ്യം നിങ്ങൾക്ക് പ്രിലിംസ് പരീക്ഷയാണ് വരുന്നത്. കമ്പനി LGS, ബെവ്കോ, സ്റ്റോർമാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് പ്രിലിംസ് ഇല്ല. ഓക്കെയാണോ? നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊള്ളുക. എക്സാം നിങ്ങളിങ്ങനെ ഇരിക്കുമെങ്കിലും പെട്ടെന്ന് വരും. 6 മാസം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് കടന്നു പോകും. ജൂലൈയിൽ തന്നെ പ്രിലിംസ് കാണും എന്ന രീതിയിൽ പഠിച്ചുകൊള്ളുക. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. എന്താണ് ഈ സ്വദേശാഭിമാനി പത്രം എന്ന് പറയുമ്പോഴത്തേനും കേരളത്തിലെ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന പത്രമാണ് സ്വദേശാഭിമാനി പത്രം. കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയൊക്കെ വെളിച്ചത്ത് കൊണ്ടുവന്നതാണ് ഈ സ്വദേശാഭിമാനി പത്രം. ഈ പത്രം 1910 കണ്ടുകെട്ടി. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം 1910. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ ജനിക്കുന്നത്. അദ്ദേഹമാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും അറിയപ്പെടുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ കുമാരഗുരുദേവൻ എല്ലാം ഒരാളാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് ജനിക്കുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ കുമാരഗുരുദേവൻ്റേതാണ്. അതുപോലെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതും കുമാരഗുരുദേവനാണ്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് യുദ്ധവിരുദ്ധ ജാഥ നയിച്ചതും കുമാരഗുരുദേവനാണ്. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദനാണ്. അപ്പം മലബാറിൽ ആരാണ് നേതൃത്വം നൽകിയത്? വാഗ്ഭടാനന്ദനാണ്. തോൽവിറക് സമരം ഏത് ജില്ലയിലാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ സീമേനിയിലാണ് തോൽവിറക് സമരം നടന്നത്. മേച്ചിൽപ്പുല്ല് സമരം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിലാണ് മേച്ചിൽപ്പുല്ല് സമരം നടന്നത്. ഈ മേച്ചിൽപ്പുല്ല് സമരം നയിച്ച വനിതാ നേതാവാണ് കണ്ടകൈ കുഞ്ഞാക്കാമ. അപ്പോൾ കണ്ടകൈ ഗ്രാമത്തിൽ നടന്നു. അപ്പം ആരാണ് മേച്ചിൽപ്പുല്ല് സമരം നയിച്ച നേതാവ്? കുഞ്ഞാക്കാമ. കണ്ടകൈ കുഞ്ഞാക്കാമയാണ്.
അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ്. പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഋതുമതി എന്ന നാടകം രചിച്ചതാരാണ്? പ്രേംജി. MB ഭട്ടതിരിപ്പാട്, അദ്ദേഹമാണ് പ്രേംജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഋതുമതി എന്ന നാടകം പ്രേംജി അല്ലെങ്കിൽ MB ഭട്ടതിരിപ്പാടിൻ്റേതാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആരുടേതാണ്? VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്. അടുത്തത്, നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. ആര്യ പള്ളം, ദേവകി നരിക്കാട്ടിരി, പാർവതി നെന്മേനിമംഗലം തുടങ്ങിയവരാണ് നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. ഇദ്ദേഹമാണ് അരയ സമാജം സ്ഥാപിച്ചത്. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകർ, ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകരും അവരുടെ പ്രത്യേകതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. കമ്പനി ബോർഡ് LGS പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഷുവറാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് ഫുള്ളായിട്ട് പഠിക്കുക. അതുപോലെ ഈ ക്ലാസ്സിൻ്റെ ഇതേ PDF നോട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേണ്ടവരതിൽ കയറിക്കോളുക. എക്സാമുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ നമ്മൾ 15 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 15 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് 10th ലെവൽ എക്സാം ആണോ, ഡിഗ്രി ലെവൽ എക്സാം ആണോ, നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ എക്സ്ട്രാ വേണമെന്ന് തോന്നുന്നുണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന, എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്